നമസ്കാരം. SFIO കേസിൽ കേസന്വേഷണം തടസ്സപ്പെടുത്താൻ കഴിഞ്ഞ LDF ഗവൺമെന്റിന്റെ കാലത്ത് വലിയ തോതിലുള്ള നീക്കങ്ങൾ ഉണ്ടായത് കേരളം കണ്ടതാണ്. നിയമത്തിന്റെ വഴിയിലും കായിക ബലം ഉപയോഗിച്ചും അധികാര ദുർവിനിയോഗം നടത്തിയും മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ പിണറായി വിജയനും അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾക്കുമെതിരെയുള്ള കേസുകളെല്ലാം തടസ്സപ്പെടുത്താനുള്ള വലിയ നീക്കങ്ങൾ ആ കാലത്ത് കേരളം വലിയ തോതിൽ ചർച്ച ചെയ്തതാണ്. എന്നാൽ ഗവൺമെന്റ് മാറി UDF സർക്കാർ അധികാരത്തിൽ വന്നിട്ടും കാര്യങ്ങൾ അതേപോലെ തന്നെ പോകുന്നു എന്നുള്ളതാണ് കാണുന്നത്. ഈ SFIO കേസ് ഹൈക്കോടതിയിൽ തടസ്സപ്പെടുത്തി കേസ് നീട്ടിക്കൊണ്ടുപോകാനുള്ള ശ്രമം ഇന്ന് വീണ്ടും പരാജയപ്പെട്ടിരിക്കുകയാണ്. ഇപ്പോ ഡിവിഷൻ ബെഞ്ച് അതും CMRLന്റെ ഹർജി തള്ളിയിരിക്കുകയാണ്. അതുകൊണ്ട് കേസ് അന്വേഷണം സുഗമമായി നടക്കണം, വസ്തുതകൾ പുറത്തു വരണം എന്ന് കോടതികളിലും ഇപ്പോ ഉത്തരവുകളിലൂടെ ബോധ്യമായ കാര്യമാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ നിന്ന് യഥാർത്ഥത്തിൽ EDക്ക് നീതി ലഭിച്ചിരുന്നില്ല. കേസിങ്ങനെ നീണ്ടു പോയി. അവസാനം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ഹൈക്കോടതി ഈ കേസ് അന്വേഷണം തുടരാനുള്ള ഉത്തരവ് പുറത്തു വന്നതിന് ശേഷം ഉടനെ തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വീണ വിജയനെയും അതുപോലെ അനുബന്ധ കക്ഷികളെയും തെളിവെടുപ്പ് നടത്താനും സെർച്ച് നടത്താനും ഒക്കെ തയ്യാറായപ്പോൾ വലിയ തോതിലുള്ള രാഷ്ട്രീയമായിട്ടുള്ള സംഘടനാപരമായിട്ടുള്ള ശക്തി ഉപയോഗിച്ച് അതിനെ തടസ്സപ്പെടുത്താനുള്ള വലിയ നീക്കങ്ങളാണ് നമ്മൾ കണ്ടത്. വലിയ പ്രകടനങ്ങൾ നടന്നു. കേരളം മുഴുവൻ വളരെ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള സമരങ്ങൾ നടന്നു. പക്ഷേ നമ്മൾ കണ്ടത് ആ സമരങ്ങളിലുടനീളം UDF ഗവൺമെന്റിന്റെ പോലീസിന്റെ നിഷ്ക്രിയത്വമാണ് നമ്മൾ അന്ന് കണ്ടത്. ഒരിടത്തും ആവശ്യമായ ഫോഴ്സിനെ ഉപയോഗിക്കാതെ ആ സമരങ്ങൾക്ക് പ്രോത്സാഹനം നൽകുന്ന രീതിയാണ് നമ്മൾ എല്ലായിടത്തും കണ്ടത്. തിരുവനന്തപുരത്ത് സംസ്ഥാന തലസ്ഥാനത്ത് പോലീസിന്റെ നിഷ്ക്രിയത്വം അന്ന് എല്ലാവരും ചൂണ്ടിക്കാണിച്ചത്. പോലീസ് അക്രമകാരികളായിട്ടുള്ള ആളുകളെ നീക്കം ചെയ്യാനോ EDയുടെ ഉദ്യോഗസ്ഥന്മാർക്ക് സ്വതന്ത്രമായി സഞ്ചരിക്കാനുള്ള അവകാശം സംരക്ഷിക്കാനോ തയ്യാറായില്ല.